എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഗ്രഹങ്ങളിൽ വലിയ മാറ്റങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. പ്രധാനമായും വ്യാഴം, രാഹുകേതുക്കൾ, ശനി എന്നീ 3 മഹാഗ്രഹങ്ങളുടെ ചലനങ്ങൾ ഈ 3 മാസങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഒക്ടോബർ 31 വ്യാഴം കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. ഡിസംബർ 5 രാഹു കുംഭൻ രാശിയിൽ നിന്ന് മകരത്തിലേക്കും കേതു ചിങ്ങത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. അതുപോലെ ഡിസംബർ 11 ശനിയുടെ വക്രഗതി അവസാനിച്ച് നേർരേഖയിലുള്ള സഞ്ചാരവും ആരംഭിക്കുന്നതാണ്. ഈ വലിയ രാശിമാറ്റങ്ങൾ കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം വരുന്ന ഇടവക്കൂറുകാരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളായിരിക്കും ഉണ്ടാകും എന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് എന്നും പറയുന്നുണ്ട്. ഒക്ടോബർ 31 വ്യാഴം രാശി മാറുന്നത്. 3-ാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഇടവക്കൂറുകാർക്ക്. ആ 3-ാം ഭാവത്തിൽ നിന്ന് 4-ാം ഭാവമായ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വന്തമായിട്ടൊക്കെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വസ്തു വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങുന്നതാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ കൈവരുന്നതാണ്. അതുപോലെ മാതാവിൻ്റെയൊക്കെ ആരോഗ്യനില മെച്ചപ്പെടുന്നതാണ്. പുതിയ വാഹനമൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയം കൂടിയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, 4-ാം ഭാവത്തിലെ വ്യാഴം ജോലിയിൽ ചില സമ്മർദ്ദങ്ങളൊക്കെ കൊണ്ടുവരാം. അതുപോലെ ജോലിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ആവശ്യമായി വരുന്ന സമയം കൂടിയാണ്. ഡിസംബർ 5 രാഹു കേതുക്കളുടെ മാറ്റം നടക്കുന്നത്. രാഹു കുംഭത്തിൽ നിന്ന് മകരത്തിലേക്കും കേതു ചിങ്ങത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കുമാണ് രാശി മാറുന്നത്. ഇടവക്കൂറുകാർക്ക് 3-ാം ഭാവത്തിലെ കേതു വളരെ ശുഭകരമാണ്. നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കും. ശത്രുദോഷങ്ങളൊക്കെ അകലും. ബിസിനസ്സിലും കർമ്മരംഗത്തുമൊക്കെ ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്തി മുന്നേറാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ പിന്തുണയും ലഭിക്കുന്നതാണ്. രാഹു 9-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 9-ാം ഭാവത്തിലെ രാഹു പിതൃസ്ഥാനീയരുമായുള്ള ബന്ധത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഭാഗ്യാനുഭവങ്ങളിലൊക്കെ ചില തടസ്സങ്ങളൊക്കെ നേരിടാമെങ്കിലും തീർത്ഥയാത്രകൾക്കും ദൂരദേശ യാത്രകൾക്കുമൊക്കെ സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ ഡിസംബർ 11 ശനിയുടെ വക്രഗതി അവസാനിക്കുകയാണ്. നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് ശനി 11-ാം ഭാവത്തിൽ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കിട്ടാനൊക്കെ ഉണ്ടായിരുന്ന കുടിശ്ശികകളും അതുപോലെ ധനലാഭങ്ങളിൽ എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെയും കൈകളിൽ വന്നു ചേരുന്നതാണ്. തൊഴിൽ പുരോഗതി ശനിയുടെ ഈ നേർരേഖാ ചലനം മൂലം ഉണ്ടാകും. പ്രൊമോഷന്, ശമ്പള വർധനവ് അല്ലെങ്കിൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെ തേടിയെത്തുന്നതാണ്. അതുപോലെ ഒന്നിലധികം വഴികളിലൂടെ വരുമാനം ലഭിക്കാനുള്ള അവസരങ്ങളും തെളിയുന്നതാണ്. ഇനി ഓരോ മാസവും എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. ആദ്യം 2026 ഒക്ടോബർ മാസം ഇടവക്കൂറുകാർക്ക് സമ്മിശ്ര ബലത്തോടെയൊക്കെ തുടങ്ങി മാസാവസാനത്തോടെ അനുകൂല മാറ്റങ്ങളിലേക്ക് കടക്കുന്ന സമയമാണ്. മാസത്തിൻ്റെ ഭൂരിഭാഗം സമയത്തും വ്യാഴം 3-ാം ഭാവത്തിൽ തുടരുന്നതിനാൽ അനാവശ്യ യാത്രകളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ അനുഭവപ്പെടാം. എന്നാൽ ഒക്ടോബർ 31 വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടെ കാര്യങ്ങൾ കൂടുതൽ ശുഭകരമായി മാറുന്നതാണ്. ജോലി സ്ഥലത്ത് അല്പം കൂടുതൽ അധ്വാനവും ശ്രദ്ധയുമൊക്കെ ആവശ്യമായി വരും. സഹപ്രവർത്തകരിൽ നിന്നുള്ള പിന്തുണ കുറയാൻ സാധ്യതയുള്ളതിനാൽ സ്വന്തം ഉത്തരവാദിത്തങ്ങളിലൊക്കെ കൃത്യത പാലിക്കേണ്ടതാണ്. ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പ്രതീക്ഷിച്ചത്ര ഒരു ലാഭം ലഭിച്ചില്ലെങ്കിലും മാസത്തിൻ്റെ അവസാനത്തോടെ പുതിയ കരാറുകളൊക്കെ ലഭിക്കാനായിട്ട് വഴിയൊരുങ്ങുന്നതാണ്. മേലധികാരികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒക്ടോബർ മാസം ക്ഷമ പാലിക്കുന്നത് തടസ്സങ്ങളൊക്കെ ഒഴിവാക്കാനും സഹായിക്കും. ഒക്ടോബർ മാസത്തെ വരുമാനമൊക്കെ സാധാരണ നിലയിലായിരിക്കുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ടോ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ടോ അല്ലെങ്കിൽ യാത്രകൾക്കായിട്ടോ ഒക്കെ പണം ചെലവഴിക്കേണ്ടതായി വരും. അതുപോലെ വലിയ തുകകളൊക്കെ വായ്പയായിട്ടൊക്കെ നൽകുന്നതും പുതിയ സാമ്പത്തിക സഹായങ്ങളിലൊക്കെ ഏർപ്പെടുന്നതും ഈ മാസം പരമാവധി ഒഴിവാക്കേണ്ടതാണ് ഒക്ടോബർ മാസത്ത്. അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും സംഭാഷണങ്ങളിലൂടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുന്നതാണ്. മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ഒക്ടോബർ മാസം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിന് ശേഷം ഒക്ടോബർ
വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിന് ശേഷം മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ഗുണകരമായ അവസ്ഥയും ഉണ്ടാകുന്നതാണ്. അതുപോലെ തൊണ്ട, ശ്വാസകോശ സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അലർജി പ്രശ്നങ്ങളൊക്കെ ഈ ഒക്ടോബർ മാസം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതൊക്കെ അല്പം ശ്രദ്ധിക്കണം. മാസത്തിൻ്റെ അവസാനം വ്യാഴം 4-ാം ഭാവമായി ചിങ്ങത്തിലേക്ക് മാറുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ മാറ്റങ്ങൾ ആരംഭിക്കുന്നത്. ഇനി നവംബർ മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. 2026 നവംബർ മാസം ഇടവക്കൂറുകാർക്ക് കൂടുതൽ സ്ഥിരതയും ആശ്വാസവും ഒക്കെ നൽകുന്ന ഒന്നാണ്. 4-ാം ഭാവത്തിലേക്ക് വ്യാഴം പ്രവേശിച്ചതിനാൽ കുടുംബത്തിലും തൊഴിൽ രംഗത്തുമൊക്കെ മെച്ചപ്പെട്ട അന്തരീക്ഷമൊക്കെ സംജാതമാകുന്നതാണ്. ജോലിസ്ഥലത്തെ പുതിയ സ്ഥാനമാനങ്ങളോ കൂടുതൽ ഉത്തരവാദിത്തങ്ങളോ ഒക്കെ തേടിയെത്തുന്നതാണ്. അതുപോലെ മേലധികാരികളുടെയൊക്കെ പ്രശംസയൊക്കെ പിടിച്ചുപറ്റാൻ സാധിക്കും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റമോ അല്ലെങ്കിൽ ജോലിപരമായ കാരണങ്ങളാൽ യാത്രകളോ ഒക്കെ വേണ്ടിവരാം. ബിസിനസ് മേഖലയിലുള്ളവർക്ക് മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകുന്നതാണ്. പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാൻ അനുകൂലമായ സമയം കൂടിയാണ്. മുൻമാസങ്ങളെയൊക്കെ അപേക്ഷിച്ച് വരുമാനത്തിലൊക്കെ വർധനവുണ്ടാകുന്ന മാസമാണ് നവംബർ മാസം. സാമ്പത്തിക അനിശ്ചിതത്വങ്ങളൊക്കെ മാറുന്നതുമാണ്. ഈ സമയത്ത് പുതിയ വാഹനമൊക്കെ സ്വന്തമാക്കാനോ വീട്, വസ്തു എന്നിവയിലൊക്കെ നിക്ഷേപം നടത്താനോ അനുകൂല സാഹചര്യങ്ങളൊക്കെ ഈ നവംബർ മാസം ഉണ്ടാകുന്നതാണ്. അതുപോലെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള ചിലവുകൾ, വീടിൻ്റെ അലങ്കാരങ്ങൾക്കോ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ടോ ഒക്കെ പണം ചെലവഴിക്കേണ്ടതായും വരും. നവംബർ മാസത്തിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്ന മാസമാണ്. ബന്ധുക്കളുമായിട്ടൊക്കെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അമ്മയുടെ ആരോഗ്യനിലയിലൊക്കെ നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാകും. അതുപോലെ പൊതുസമൂഹത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലുമൊക്കെ നിങ്ങളുടെ നിലപാടുകൾക്കൊക്കെ അംഗീകാരവും ലഭിക്കുന്ന സമയമാണ്. നവംബർ മാസം മുൻ മാസങ്ങളിലേക്ക് മാനസിക സമ്മർദ്ദമൊക്കെ കുറഞ്ഞ ഉന്മേഷമൊക്കെ കൈവരുന്ന ഒരു മാസമാണ്. വ്യാഴത്തിൻ്റെ മാറ്റം പൂർണ്ണമായും പ്രതിഫലിക്കുന്ന ഒരു മാസമായിരിക്കും നവംബർ മാസം. കഠിനാധ്വാനത്തിനൊക്കെ തക്കതായ ഫലം ലഭിക്കുമെന്നതിനാൽ പ്രധാന തീരുമാനങ്ങളൊക്കെ ധൈര്യപൂർവ്വം കൈക്കൊള്ളാൻ സാധിക്കുന്നതാണ്. ഇനി ഡിസംബർ മാസം 2026 അവസാന മാസമാണ് ഡിസംബർ മാസം. ഏറ്റവും നിർണായകവും വഴിത്തിരിവുകളൊക്കെ നിറഞ്ഞതുമായ ഒരു മാസമായിരിക്കും ഇടവക്കൂറുകാർക്ക്. ഡിസംബർ 5-ന് രാഹുകേതു മാറ്റമുണ്ട്. അതുപോലെ ഡിസംബർ 11-ന് ശനിയുടെ വക്രഗതിയൊക്കെ മാറുന്നതാണ്. ഈ സമയത്തെ ജോലിയിൽ തടസ്സപ്പെട്ടൊക്കെ കിടന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ വേഗത്തിലാകും. ശമ്പള വർധനവ്, പുതിയ ജോലി അവസരങ്ങളൊക്കെ തേടിയെത്തുന്നതാണ്. 3-ാം ഭാവത്തിലേക്കൊക്കെ കേതു മാറുന്നതോടെ ജോലിസ്ഥലത്തെ എതിർപ്പുകളെയും ഗൂഢതന്ത്രങ്ങളെയും ഒക്കെ തരണം ചെയ്യാനും സാധിക്കുന്നതാണ്. ആത്മവിശ്വാസമൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കുന്നതാണ്. അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. വ്യാപാരമൊക്കെ വികസിപ്പിക്കാനും അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നേട്ടമുണ്ടാക്കാനും സാധിക്കുന്നതാണ്. ശനിയൊക്കെ 11-ാം ഭാവത്തിൽ നേർരേഖയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ, അതുപോലെ 3-ാം ഭാവത്തിൽ കേതുവൊക്കെ നിൽക്കുന്നത് സാമ്പത്തിക കാര്യത്തിൽ വലിയ മുന്നേറ്റമൊക്കെ തരും. കുടിശ്ശികയായിട്ടൊക്കെ കിടന്ന പണമൊക്കെ കൈകളിൽ വന്നു ചേരും. അതുപോലെ ഒന്നിലധികം വരുമാനങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഡിസംബർ മാസം ഉണ്ടാകാം. അപ്രതീക്ഷിതമായ വഴികളിലൂടെയും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ രാഹു 9-ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നതിനാൽ പിതൃസ്വത്തുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദൂരയാത്രകൾക്കായിട്ടോ ഒക്കെ ചിലവുകളും വരാം. സന്തോഷകരമായ അന്തരീക്ഷമൊക്കെ ആയിരിക്കും കുടുംബത്തിൽ നിലനിൽക്കുന്നത്. ബന്ധുക്കളുമായിട്ടൊക്കെയുള്ള സഹകരണം സാധ്യമാകുന്നതാണ്. പുണ്യക്ഷേത്രത്തിൻ്റെ ദർശനത്തിനോ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമുള്ള ദൂരയാത്രകൾക്കോ ഒക്കെ അവസരവും ഉണ്ടാകുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, 9-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് പിതാവുമായോ അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്നവരുമായോ എന്തെങ്കിലും ആശയവിനിമയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ഡിസംബർ മാസം ശ്രദ്ധ വേണം. മാനസിക ആശ്വാസമൊക്കെ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും ഡിസംബർ മാസം. മുൻപുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനവും ലഭിക്കുന്നതാണ്. ഈ 3 മാസങ്ങളിൽ ഏറ്റവും മികച്ച ഫലങ്ങൾ ലഭിക്കുന്നത് ഡിസംബറിലാണ്. വർഷാവസാനം നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷകളും തടസ്സമില്ലാത്ത വഴികളുമൊക്കെ തുറന്നു കിട്ടുന്നതുമാണ്. ഈ 3 മാസ കാലയളവിൽ കൂടുതൽ മികച്ച ഫലങ്ങളൊക്കെ ലഭിക്കുന്നതിനും എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടെങ്കിൽ അകലുന്നതിനുമായി ഇടവക്കൂറുകാർ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വ്യാഴത്തിൻ്റെ പ്രതികൂലതകളൊക്കെ മാറി അനുകൂല ഫലങ്ങൾ ലഭിക്കാൻ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ജപിക്കാൻ പറ്റിയില്ലാത്തവർ കേൾക്കുകയെങ്കിലും ചെയ്യുക. ഇനി ദിവസവും പറ്റിയില്ലെങ്കിൽ വ്യാഴാഴ്ച തോറുമെങ്കിലും ചെയ്യുക. അതുപോലെ ശനിയുടെയും കേതുവിൻ്റെയൊക്കെ ദോഷപരിഹാരത്തിനായി തിങ്കളാഴ്ചകളിലും ശനിയാഴ്ചകളിലുമൊക്കെ ശിവക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക. അതുപോലെ
നിങ്ങളുടെ ജോലിയിലെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ പ്രദോഷ വ്രതമൊക്കെ നോക്കുന്നത് വളരെ ഉത്തമവുമാണ്. ഇടവക്കൂറുകാർക്ക് ഈ വരുന്ന ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ മൊത്തത്തിൽ വലിയ മാറ്റങ്ങൾക്കും പുരോഗതിക്കും ഒക്കെ വഴി തുറക്കുന്ന ഒരു സമയമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.